ഹായ് മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. വളരെ അവിചാരിതമായിട്ടാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത് എങ്കിൽ ഈ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കുള്ളതാണ്. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ റീഡിംഗ് ആണ്. ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. സന്തോഷത്തോടെ പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറന്റ് ജെന്യുവൻ ഫീലിംഗ് എന്താണ് ഈ ഒരു ബന്ധത്തിൽ. അവരിപ്പോൾ എന്താണ് ഈ ഒരു ബന്ധത്തെ പറ്റി ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന 6 ഓഫ് കപ്സ് ഒരു ആദ്യം തന്നെ പറയുന്നത് ഈ ഒരു കണക്ഷൻ ഒരു പ്യുവർലി അത്ര ഫിസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല. നിങ്ങൾക്കിടയിൽ ഈ ഒരു ബന്ധത്തിന് ഒരു ഇമോഷണൽ ഫെമിലിയാരിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നു. നിന്നെ ഞാൻ ഏറെ നാളായി അറിയുന്നത് പോലെ എന്ന് തോന്നുന്ന ഒരു എനർജി. ചിലർക്കിതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയൊക്കെ തോന്നാം. പഴയ മെമ്മറീസ് ഒക്കെ ട്രിഗർ ചെയ്യുന്ന ആളുകളായിരിക്കാം. എനിക്കൊരു വളരെയേറെ സമാധാനം തരാൻ കഴിയുന്ന ഒരാൾ എന്ന ഫീലിംഗ്. പക്ഷേ ഈ ഒരു 6 ഓഫ് കപ്സ് ചിലപ്പോൾ പറയുന്നത് ഒരു റിയാലിറ്റിയേക്കാൾ ഇമോഷൻസിനെ ഐഡലൈസ് ചെയ്യുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനിൽ ഒരു നൊസ്റ്റാൾജിയ, ഇമോഷണൽ ഡിപ്പെൻഡൻസി, എപ്പോഴൊക്കെയോ നമ്മൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ നമ്മളെ വളരെയധികം ചേർത്ത് പിടിച്ച ചില ബന്ധങ്ങളുടെ എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന 5 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നു ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ വലിയ ഒരു ഇമോഷണൽ ഡിസപ്പോയിൻമെന്റ്സ് കാണുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട്, ഒരു റിഗ്രഷൻ, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന ഒരു കൺഫ്യൂഷൻ, ഫാമിലി, മാരേജ് റെസ്പോൺസിബിലിറ്റിയൊക്കെ കാരണമുള്ള പെയിനെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് പൂർണ്ണമല്ല. ചില സമയത്തെങ്കിലും നിങ്ങളുടെ ഒരു ഫാമിലി ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ചില ലിമിറ്റേഷൻസ് ഇതൊക്കെ ഈ ഒരു ബന്ധത്തെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുമ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അതിൽ പെട്ടുപോയ ഒരുപാട് ആളുകളുടെ എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. തുടക്കകാലത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി കുറേ നാളൊക്കെ മുമ്പോട്ട് പോയിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയ ആളുകളുടെ എനർജിയും കാണിക്കുന്നുണ്ട്. എത്രയൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചെങ്കിൽ തന്നെയും മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം ഒരുപാട് അടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടപ്പെടുത്താനുള്ള ഒരു ഭയം. എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കത്തുമില്ല. ഇവിടെ കുറേയേറെ ആളുകളുടെ എനർജി കാണിക്കുന്നത് ഒരു ഹിഡൻ ടീയേഴ്സിനെയാണ്. വളരെയേറെ വിഷമത്തോടു കൂടി പറയുകയാണ്. രാത്രിയിൽ ഒറ്റപ്പെട്ട് കരയുന്ന ഒരുപാട് പേരുടെ എനർജി. പകലൊക്കെ പുറത്ത് മറ്റുള്ളവർക്ക് മുൻപിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടൊക്കെ കാണിച്ചെങ്കിൽ തന്നെയും ഉള്ളിൽ ഇമോഷണൽ സ്ട്രഗിൾ നടക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ ഇതിൽ പെട്ടുഴലുന്ന ഒരുപാട് ആത്മാക്കൾ. 9 ഓഫ് വാണ്ട്സ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഇമോഷണലി എക്സോസ്റ്റഡ് ഫേസിലാണെന്ന് കാണിക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം കുറ്റപ്പെടുത്തൽ, ട്രസ്റ്റ് ഇഷ്യൂ, വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ, വെയിറ്റ് ചെയ്യുന്ന എനർജികൾ, അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി. കുറേയേറെ ആളുകൾ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഹർട്ട് അഗെയിൻ എന്ന് പറയുന്ന എനർജിയിലാണ്. വീണ്ടും ഞാൻ വേദനിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് മാറി നിൽക്കുന്നവരുടെ എനർജിയും കാണിക്കുന്നുണ്ട്. ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയ ആളുകളുടെ ഒരു എനർജിയാണ്. ഡിഫെൻസീവായി മാറിക്കൊണ്ടിരിക്കുന്നു, ഹർട്ട് ഓപ്പൺ ചെയ്യാൻ ഭയപ്പെടുന്നു എന്ന് കാണിക്കുന്നു. അവരുടെ ഈ ഒരു മാറി നിൽക്കലിന് കാരണം ഒരു സൊസൈറ്റി ഫിയർ, സാമൂഹികമായിട്ടുള്ള ഒരു ഭയം. ചിലർക്ക് ബന്ധം ഇത് മറ്റുള്ളവർ അറിഞ്ഞതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആ ഒരു ഷോക്കിനെ സൂചിപ്പിക്കുന്നു. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഭയം, ഫ്യൂച്ചർ അൺസർട്ടനിറ്റി, ഒരു തീർച്ചയില്ലാത്ത ബന്ധം എന്ന് പറയത്തില്ലേ, ആ ഒരു പേടിയിൽ മാറി നിൽക്കുന്ന ആളുകൾ. ചിലർക്ക് ബന്ധത്തിൽ ഓവർ അഡിക്ഷൻ വന്നതിനെ തുടർന്ന് ഒരു കമ്മിറ്റ്മെൻ്റൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറോട് ആവശ്യപ്പെടുന്ന സമയത്ത് അതിലുണ്ടായിട്ടുള്ളൊരു കൺഫ്യൂഷൻ കാരണം മാറി നിൽക്കുന്ന ആളുകളുടെ എനർജിയും കാണിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഒരു ജെന്യുവൻ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇപ്പോഴൊരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥ. ഏസ് ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള എനർജി, പാഷനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ, ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ചേർച്ച, മാഗ്നറ്റിക് ആയിട്ടുള്ള പുള്ളൊക്കെ വളരെ ശക്തമാണ് ഈ ഒരു സമയം എന്ന് കാണിക്കുന്നു. നിങ്ങൾ ഒരുമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒബ്സഷൻ, ക്രാവിങ്, ഒരു ഇമോഷണൽ ഇൻടോക്സിക്കേഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. പക്ഷേ ഏസ് ഓഫ് വാണ്ട്സ് ഒരു ബിഗിനിങ് ഫയർ കാർഡാണ്. അതായത് ഒരു ഫാസ്റ്റായിട്ട് പെട്ടെന്നൊരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു. അതല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഡിസയർ നിങ്ങളുടെ വ്യക്തിക്ക്, ഇമ്പൾസീവായിട്ടുള്ള ചില ഇമോഷൻസ്. അതായത് എത്രയൊക്കെ വിട്ടുമാറി നിൽക്കുന്ന എനർജി ആണെങ്കിൽ തന്നെയും ഒരു ഓൺ ആൻഡ് ഓഫിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ തന്നെയും ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പാഷൻ തോന്നാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാലും വിട്ടുപോകാനാകാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഇതൊരു കാർമിക് പുള്ളുള്ള ഒരു ബന്ധമാണ്. പരസ്പരം ഇതിനകത്തു നിന്നും വിട്ടുമാറി എത്രത്തോളം മറക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നോ അത്രത്തോളം നിങ്ങളെ കൂടുതൽ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബന്ധം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു ബന്ധത്തിൽ എങ്ങനെ വന്നു പെട്ടു എന്നുള്ളത്. അതുതന്നെ നിങ്ങളുടെ പേഴ്സണും ആലോചിക്കുന്നുണ്ടാകാം. വളരെ ഡീപ്പായിട്ട് ഒരു ടാരോട്ട് റീഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള എനർജികൾ ചേർത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
ഇതൊരു ജെനുവനായിട്ടുള്ളൊരു ഫീലിംഗ് ആണോ നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫീലിംഗ് ഫേക്ക് ഒന്നുമല്ല. ഫീലിങ്സ് ഒക്കെ തന്നെ വളരെ റിയൽ ആണ് നിങ്ങളോട്. വളരെയേറെ പാഷനുണ്ട്, അട്രാക്ഷനുണ്ട്. നിങ്ങളെ ഒരു കംഫർട്ട് സോണായിട്ട് തന്നെ അവർ കണക്കാക്കുന്നു. പക്ഷേ മനസ്സിലാക്കുക, ഇതൊരു പീസ്ഫുൾ, സ്റ്റേബിൾ, ഡിവൈൻ ലവ് എനർജി അല്ല. ഇവിടെ ഇമോഷണൽ വോയിഡ് ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ഹീലിംഗ് ആയിട്ട് വന്നു കയറിയ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. പാഷൻ, അഡിക്ഷൻ, കാർമിക്കായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഒക്കെ വളരെ സ്ട്രോങ് ആണ് എന്ന് കാണിക്കുന്നു. ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ തന്നെയും നമുക്കൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മെൻ്റൽ പീസിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അത് മനസ്സിലാക്കുക. അവരുടെ ഈ ഒരു സമയത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിട്ടുപോകാനും കഴിയുന്നില്ല, പക്ഷെ മുഴുവനായിട്ട് സ്വന്തമാക്കാനും കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു എനർജി. ഇതൊരു പെയിൻഫുൾ എനർജി ക്യാരി ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതൊരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫേറ്റഡ് അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള ഒരു പുള്ളിങ്ങിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ, മുൻപ് സൂചിപ്പിച്ചില്ലേ, ഈ ഒരു ബന്ധം നിങ്ങളിനി എത്രയൊക്കെ വിട്ടുപോകാൻ ശ്രമിച്ചെങ്കിൽ തന്നെയും രണ്ടു പേർക്കും ഇതിൽ നിന്നൊരു മോചനമില്ല. ഡെസ്റ്റിനി എന്നത് റിപ്പീറ്റഡ്ലി നിങ്ങളെ വീണ്ടും വീണ്ടും കണക്ട് ചെയ്യിക്കും എന്ന് കാണിക്കുന്നു. ഒരു ഓൺ ആൻഡ് ഓഫ് സൈക്കിൾ. ഒന്ന് ചേരാനാകുമോ എന്ന് ചോദിച്ചാൽ അതിന് പറ്റില്ല. പക്ഷേ ഇങ്ങനെ വന്നും പോയും ഇരിക്കും. ഒരു ബ്രേക്കപ്പ്, റീയൂണിയൻ, ഡിസ്റ്റൻസ്, സഡൻ കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ റിട്ടേൺ. ഈ ഒരു സൈക്കിൾ ഈസിലി അങ്ങനെ എൻഡ് ആകുന്നില്ല എന്ന് കാണിക്കുന്നു. ഇതൊരു സൈക്കിളാണ്. അതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന 10 ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നു ഒരു ഫ്യൂച്ചറിലൊരു പെയിൻഫുൾ എൻഡിങ് എനർജി കാണിക്കുന്നു. വളരെയേറെ വിഷമത്തോടു കൂടി പറയട്ടെ, ഒരു ബിട്രയൽ, എക്സ്പോഷ്യർ അല്ലെങ്കിൽ ഇമോഷണൽ കൊലാപ്സ് അല്ലെങ്കിൽ സഡൻ എൻഡിങ്ങിനെയൊക്കെ സൂചിപ്പിക്കുന്നു. റിയലൈസേഷൻ മൊമെൻ്റ് ഒക്കെ വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ രണ്ടിലൊരാൾ മെൻ്റലി ഇത് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്ന കാർഡാണിത്. ഇത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എനർജിയെ സൂചിപ്പിക്കുന്നു. ഈ ഒരു കാർഡ് വളരെ ഹെവിയാണ്. ബന്ധം ഒരിടത്ത് ഇമോഷണൽ ബ്രേക്കിംഗ് പോയിന്റിൽ എത്തും എന്ന് കാണിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം വരും എന്നെനിക്കറിയാം. പക്ഷേ നമുക്ക് ഈ കാർഡുകളെടുത്ത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും വെവ്വേറെ സാഹചര്യങ്ങളാണ്. അവരവരുടെ സാഹചര്യം അനുസരിച്ച് ഈ ഒരു റീഡിംഗ് ഉൾക്കൊള്ളാൻ നോക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന 7 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത് എൻഡിങ്ങിന് ശേഷം പോലും കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് ഉടനെ സംഭവിക്കില്ല. ഒരാൾ ഈ കണക്ഷന് വേണ്ടി അങ്ങേ അറ്റം ഫൈറ്റ് ചെയ്യും. അതായത് ഒരു ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഒരു ബ്ലോക്കിംഗ്, അൺബ്ലോക്കിംഗ്, വീണ്ടും ബ്ലോക്ക് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം ബ്ലോക്ക് ചെയ്ത് കളയും, വീണ്ടും അവിടെ ചെന്ന് നോക്കും, കരയും, വീണ്ടും അൺബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ പോകും പാറ്റേൺ. ഒരു ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഡിഫെൻഡിങ് ദ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഓപ്പോസിഷൻ. അതായത് മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ബന്ധത്തിന്റെ ഈ ഒരു സർക്കിളിൽ ഇത്രയും കാലം നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് എങ്കിൽ ഒരു സൊസൈറ്റി, ഫാമിലി പ്രഷറൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്റർഫിയർ ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഇത് ഒരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന ദ സൺ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ട്രൂത്ത് ഇവൻച്വലി കംസ് ഔട്ട് എന്ന് കാണിക്കുന്നു. ഒരു ക്ലാരിറ്റിയൊക്കെ വരും ഈ ഒരു ബന്ധത്തിൽ. ഇല്യൂഷൻസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയം. റിയൽ ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ദ സൺ എന്നതൊരു പോസിറ്റീവ് കാർഡ് ആണെങ്കിൽ തന്നെയും ഓൾവേസ് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് എന്ന അർത്ഥമില്ല. ചിലപ്പോൾ ഒരു പെയിൻഫുൾ ട്രൂത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹീലിംഗ് ആൻഡ് അവേക്കനിങ് ഫേസിനെ സൂചിപ്പിക്കുന്നു. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകൾക്കൊരു മെച്ചുറായിട്ടുള്ളൊരു സ്റ്റേബിൾ ബോണ്ടൊക്കെ ആകും എന്ന് കാണിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു റിസ്ക് ഒക്കെ മനസ്സിലാക്കി ഒരു ഓവർ അഡിക്ഷനൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് ആർക്കും ശല്യമല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അവയർനെസ്സോട് കൂടിയൊക്കെ മുന്നോട്ട് പോകുന്ന ബന്ധം കുറേയേറെ കാലം മുന്നോട്ട് പോകും എന്ന് കാണിക്കുന്നു. കുറച്ചേറെ ആളുകൾക്ക് ഒരു സെപ്പറേറ്റായി സ്വന്തമായിട്ട് പീസ് കണ്ടെത്തുന്ന, സമാധാനം കണ്ടെത്തുന്ന ഒരു ലെവലിലേക്കും പോകുന്നു എന്ന് കാണിക്കുന്നു. യൂണിവേഴ്സ് ഫോഴ്സിങ് ക്ലാരിറ്റിയാണ് ഇവിടെ. നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാം തന്നെ ഒരു 3 monthsനകം തന്നെ ഒരു നല്ലൊരു ക്ലാരിറ്റി ഈ ഒരു ബന്ധത്തിൽ ലഭിക്കും. ഈ ഒരു ബന്ധത്തിൻ്റെ ഹിഡൻ എനർജി നോക്കുന്ന സമയത്ത് ഒരു ടെമ്പററി ഇമോഷൻസ് കൊണ്ടൊക്കെ തുടങ്ങിയെങ്കിൽ തന്നെയും ഫീലിങ്സ് പിന്നീട് അങ്ങോട്ട് ഡീപ്പായി പോയി. നിങ്ങൾ പോലും അറിയാതെ എന്ന് പറയാം. ഇനിഷ്യലി ഒരു അട്രാക്ഷനൊക്കെ ആയിരുന്നു, പിന്നീട് ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസിയായി മാറിയിരിക്കുന്നു എന്ന് കാണിക്കുന്നു. പക്ഷേ മുന്നോട്ട് വന്ന സമയത്ത് ഒരു റെസ്പോൺസിബിലിറ്റീസ് വളരെ ഹെവി ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ടൈമിംഗ് കോംപ്ലിക്കേറ്റഡ്, ഇമോഷണൽ വൂൺസ് ഒക്കെ അൺറിസോൾവ്ഡ് ആയിട്ട് നിൽക്കുന്നു നിങ്ങൾക്കിടയിൽ എന്നും കാണിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു സ്റ്റേബിൾ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സമയം നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർട്സ് ആണ്. ഇമോഷൻസ് മാത്രം നോക്കി തീരുമാനം എടുക്കരുത് എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇത് ശരിക്കും എനിക്ക് ഒരു ഹെൽത്തി ആണോ മുന്നോട്ട് പോകുമ്പോൾ? ഈ ഒരു ബന്ധം എനിക്ക് സന്തോഷം തരുന്നുണ്ടോ, ഒരു സമാധാനം തരുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് ചിന്തിക്കുക. അതുപോലെ തന്നെ നിലനിൽപ്പിനെ പറ്റിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും, അതായത് ഈ ബന്ധത്തിൽ നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഹോണസ്റ്റായിട്ട് തന്നെയാണോ, ഒരു ഈക്വൽ എഫേർട്ടിലാണോ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത്? ഒരു ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി ഇൻ്റർഫിയറൻസ് വളരെ കൂടിക്കൂടി വരുന്നുണ്ടോ നിങ്ങളുടെ ബന്ധത്തിൽ? ഇങ്ങനെ വിവിധ സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെ എങ്കിൽ നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ഒരു കിങ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്.
വളരെ ലോജിക്കായിട്ട് ചിന്തിക്കുക. ബൗണ്ടറീസ് എല്ലാം തന്നെ സെറ്റ് ചെയ്യുക. സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇമോഷണലായിട്ട് മെച്യൂരിറ്റി കാണിക്കുക. ഒരു ഫാൻറ്റസി വേൾഡിൽ നിന്നും ഇറങ്ങി ഈ ഒരു റിയാലിറ്റി കാണാൻ ശ്രമിക്കുക. ഈ ഒരു കണക്ഷൻ എന്നത് ശരിക്കും ജെന്യുവൻ ഇമോഷൻസ് ഉള്ളതാണ്. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള അട്രാക്ഷൻ പരസ്പരമുണ്ട്. ഒരു കാർമിക് പുള്ളും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇമോഷണൽ സഫറിംഗ് ആണ്, ഇൻസ്റ്റെബിലിറ്റി, ഗിൽറ്റ് ആൻഡ് കൺഫ്യൂഷൻ, പെയിൻഫുൾ സൈക്കിൾസ് ആണ്. അതൊക്കെ ഇവിടെ ഈ ഒരു എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധം എനിക്ക് ഒഴിവാക്കാനാകില്ല, എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നൊരു ലെവലിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പരസ്പരം ഹോണസ്റ്റ് ആണോ, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഹോണസ്റ്റ് ആണോ, നിങ്ങൾ അങ്ങോട്ട് അങ്ങനെയാണോ, അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഡിസിഷൻസ് എല്ലാം തന്നെ ഒന്നു ചേർന്ന് മെച്യൂർഡായിട്ടാണോ എടുക്കുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻസ് മാത്രം ബാക്കി വെച്ചുകൊണ്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതാണോ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതൊരു റെഡ് സിഗ്നലാണ്, മനസ്സിലാക്കുക. ഈ ഒരു സ്നേഹം മൂത്ത് ഭ്രാന്താവുക എന്ന് പറയുന്ന അവസ്ഥയില്ലേ, ഒരുമിച്ച് മറക്കാൻ പറ്റാത്ത എന്നാൽ സമാധാനം കൊടുക്കാത്ത ഒരു ബന്ധമായി മാറാനുള്ള എല്ലാ ചാൻസും ഈ ഒരു ബന്ധത്തിനുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഒരുപാട് സ്നേഹവുമായിട്ട് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വ്യക്തിയാകാം നിങ്ങളുടെ ഒരു കൂടെയുള്ള ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത്. ആദ്യകാലത്തൊക്കെ ഒരുപാട് സന്തോഷിച്ച, ഒരുപാട് പരസ്പരം മനസ്സിലാക്കി, ഒരുപാട് സംസാരിച്ച ആളുകൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ പറ്റി റീതിങ്ക് ചെയ്യേണ്ട സമയമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് സാഹചര്യം ഓരോരുത്തരുടെയും വെവ്വേറെയായിരിക്കും, അതനുസരിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ എനർജി മാത്രമായിട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന പേഴ്സണൽ റീഡിങ്ങിലാണ് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഓർക്കുക, ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിന് സുഹൃത്ത് ബന്ധമാണെങ്കിലും ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും നമുക്ക് സന്തോഷവും സമാധാനവും തരുന്നവയായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ പാർട്ട്ണറിനും അത് കൊടുക്കാൻ സാധിക്കണം. ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഈ ഒരു ബന്ധത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ലോയൽറ്റി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഹെഡിങ്. പക്ഷേ വിമർശിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽപ്പെട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒന്നും കിട്ടാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരുപാട് സാധുക്കളുണ്ട് നമുക്ക് ചുറ്റിനും. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഗൈഡൻസ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ഗൈഡൻസ് ഒക്കെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തി ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി അവരും നമുക്കൊപ്പം ജീവിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതേപോലെയുള്ള ഡിവൈൻ ഗൈഡൻസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവായതും നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ദ സുപ്രീം പവർ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണ് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. റീഡിങ്ങിന്റെ പേയ്മെന്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ അയച്ചു തരുന്നതായിരിക്കും. ദിവസേനയുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി പേരും നാളും ചേർത്ത് കമന്റ് ചെയ്യുക. തീർച്ചയായും എൻ്റെ വിശേഷ പ്രാർത്ഥനയിൽ എല്ലാം തന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ശരിയായ ഒരു ഗൈഡൻസ് ലഭിച്ചുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.